This lecture is about FIR filters. Impulse response base ചെയ്തിട്ട് filters നമുക്ക് രണ്ടായിട്ട് classify ചെയ്യാം. FIR filters and IAR filters. FIR filters അല്ലെങ്കിൽ finite impulse response filters എന്ന് പറയുമ്പോൾ FIR filters ന്റെ impulse response എന്ന് പറയുന്നത് ഒരു finite duration sequence ആയിരിക്കും. So അതിന്റെ impulse response ൽ ഒരു finite number of non-zero values മാത്രമേ കാണുള്ളൂ. For example, h of n is equal to 1, 2, 3, 4. അതൊരു finite duration sequence ആണ്. h of n ൽ ആകെ 4 samples ഉള്ള ഒരു finite duration sequence ആണ്. അപ്പോൾ അത് FIR filter ആണ്. So IAR എന്ന് പറയുമ്പോൾ infinite impulse response filters. അപ്പം impulse response എന്ന് പറയുന്നത് ഒരു infinite duration sequence ആയിരിക്കും. ആ sequence ൽ infinite number of non-zero values കാണും. For example, h of n is equal to a raised to n u of n. h of n is equal to a raised to n u of n. അപ്പോൾ ഇവിടെ u of n എന്ന് പറഞ്ഞാൽ 0 to infinity വരെ defined ആണ്. So ആ sequence എന്ന് പറയുന്നത് ഈ impulse response sequence എന്ന് പറയുന്നത് ഒരു infinite duration sequence ആണ്. So FIR filters ന്റെ impulse response എന്ന് പറയുന്നത് finite duration sequence ആണ്. IAR filters ന്റെ impulse response എന്ന് പറയുന്നത് infinite duration sequence ആണ്. ഇനി IAR filters ന് recursive type എന്ന് പറയും. Recursive type എന്ന് വെച്ചാൽ present output. IR filter the present output y of n എന്ന് നമ്മൾ denote ചെയ്യും. So present output ആരേക്ക് depend ചെയ്യും? Present input x of n. Present input x of n നെ depend ചെയ്യും. Past input samples നെ depend ചെയ്യും. അതായത് x of n minus 1, x of n minus 2 അങ്ങനെ past input samples നെ depend ചെയ്യും. And past output samples നെ depend ചെയ്യും. അതായത് y of n minus 1, y of n minus 2, y of n minus 3 അങ്ങനെ past output samples നെ depend ചെയ്യും. So IR filters in a recursive type എന്ന് പറയും. കാര്യം present output ആരേക്ക് depend ചെയ്യുന്നുണ്ട്? Y of n. Present output y of n. Present input x of n നെ depend ചെയ്യുന്നുണ്ട്. Past input samples അതായത് x of n minus 1, x of n minus 2 അങ്ങനെ past input samples നെ depend ചെയ്യുന്നുണ്ട്. Past output samples നെ depend ചെയ്യുന്നുണ്ട്. Y of n minus 1, y of n minus 2 അങ്ങനെ past output samples നെ depend ചെയ്യുന്നുണ്ട്. IR filters അതുകൊണ്ട് തന്നെ IR filters ന് poles zeros കാണും. FIR filters എന്ന് പറയുന്നത് നോൺ റിക്കേഴ്സീവ് ടൈപ്പ് ആണ്. അല്ല നോൺ റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഔട്ട്പുട്ട് y of n ആരേക്ക് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? പ്രസന്റ് ഇൻപുട്ട് x of n നെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ പാസ്റ്റ് ഇൻപുട്ട് സാമ്പിൾസ് x of n minus 1, x of n minus 2 അങ്ങനെ പാസ്റ്റ് ഇൻപുട്ട് സാമ്പിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാം. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാസ്റ്റ് ഔട്ട്പുട്ട് സാമ്പിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രസന്റ് ഔട്ട്പുട്ട് present ഇൻപുട്ടിനെ പാസ്റ്റ് ഇൻപുട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ പാസ്റ്റ് ഔട്ട്പുട്സിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നോൺ റിക്കേഴ്സീവ് ടൈപ്പ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അതിന് എന്ത് മാത്രമേ ഉള്ളൂ? സീറോസ് മാത്രമേ ഉള്ളൂ. ഓൾ സീറോ ഫിൽട്ടർ ആണ് ഇത് FIR ഫിൽട്ടേഴ്സ്. സീറോസ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ FIR ഫിൽട്ടേഴ്സ് എന്താണ്? സ്റ്റേബിൾ ആണ്. പിന്നെ FIR ഫിൽട്ടേഴ്സിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞതിൽ FIR ഫിൽട്ടേഴ്സിന് സീറോസ് മാത്രമേ ഉള്ളൂ, പോൾസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ FIR ഫിൽട്ടേഴ്സ് ആർ ഓൾവേസ് സ്റ്റേബിൾ ഫിൽട്ടേഴ്സ് ആണ്. പിന്നെ FIR ഫിൽട്ടേഴ്സിൽ ലീനിയർ ഫേസ് FIR ഫിൽട്ടേഴ്സിന് ഡിസൈൻ ചെയ്യാൻ പറ്റും. ലീനിയർ ഫേസ് IR ഫിൽട്ടേഴ്സിൽ അറ്റൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ FIR ഫിൽട്ടേഴ്സിൽ നമുക്ക് എന്താണ്? ലീനിയർ ഫേസ് FIR ഫിൽട്ടേഴ്സിന് ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ FIR ഫിൽട്ടേഴ്സിൽ ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് ഇല്ല. ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് കൊണ്ടുള്ള എറേഴ്സ് എവിടെ ഇല്ല? FIR ഫിൽട്ടേഴ്സിൽ ഇല്ല. ലിമിറ്റ് സൈക്കിൾ ഓസിലേഷൻസ് നമ്മൾ 6th മൊഡ്യൂളിൽ ഇനി പഠിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് FIR ഫിൽട്ടേഴ്സ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് കമ്പയർഡ് ടു IAR ഫിൽട്ടേഴ്സ്. കാര്യം IAR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് FIR-ൽ കൂടുതൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ കൂടുതൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വരുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഹാർഡ്വെയർ കമ്പോണൻസ് വേണ്ടി വരും. മൾട്ടിപ്ലയേഴ്സും ആഡേഴ്സും ഡിലേ എലമെന്റ്സും എല്ലാം IAR ഫിൽട്ടേഴ്സിന് വേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ എവിടെ വേണ്ടി വരും? FIR ഫിൽട്ടേഴ്സിന് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ FIR ഫിൽട്ടേഴ്സിന്റെ ഇംപ്ലിമെന്റേഷൻ കോസ്റ്റ്ലി ആണ് കമ്പയർഡ് ടു IAR ഫിൽട്ടേഴ്സ്. അതുപോലെ തന്നെ മെമ്മറി റിക്വയർമെന്റും എക്സിക്യൂഷൻ ടൈമും എല്ലാം എവിടെ കൂടുതലാണ്? FIR ഫിൽട്ടേഴ്സിന് കൂടുതലാണ്. FIR ഫിൽട്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ FIR ഫിൽട്ടർ ഇസ് ഓൾവേസ് സ്റ്റേബിൾ. ഓൾ സീറോ ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ FIR ഫിൽട്ടർ ഇസ് ഓൾവേസ് സ്റ്റേബിൾ. റിയലൈസബിൾ ഫിൽട്ടറിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ FIR ഫിൽട്ടേഴ്സിന് ലീനിയർ ഫേസ് റെസ്പോൺസ് ഉണ്ട്. ലീനിയർ ഫേസ് റെസ്പോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഒറിജിനൽ സിഗ്നലിന്റെ ഷേപ്പിന് അത് എന്ത് ചെയ്യില്ല? ഓൾട്ടർ ചെയ്യില്ല. നെക്സ്റ്റ് ലീനിയർ ഫേസ് FIR ഫിൽട്ടേഴ്സ്. Transfer function of an FIR causal filter is given by h of z. Transfer function h of z is equal to causal ആണ്. അതുകൊണ്ടാണ് n is equal to 0 to n minus 1 എന്ന് എഴുതിയിരിക്കുന്നത്. h of n is z raised to minus n. Here h of n is the impulse response of the filter.
h of n എന്താണ് 0 to n minus 1 വരാണ് defined. So h of n അല്ലെങ്കിൽ impulse response എന്ന് പറയുന്നത് എന്താണ് finite impulse response ആണ്. The Fourier transform of h of n is h of n ന്റെ Fourier transform എങ്ങനെ denote ചെയ്യുന്നത് h of e raised to j omega is equal to sigma n is equal to 0 to n minus 1 h of n e raised to minus j omega n. So h of e raised to j omega എന്ന് പറയുന്നത് periodic ആണ് with period 2 pi. h of e raised to j omega periodic ആണ് with period എന്താണ് 2 pi. So h of e raised to j omega is equal to നമുക്ക് എങ്ങനെ എഴുതാം plus or minus modulus of h of e raised to j omega e raised to j theta omega എന്ന് എഴുതാം. ഇതിൽ modulus of h of e raised to j omega എന്ന് പറയുന്നത് എന്താണ് h of e raised to j omega യുടെ magnitude response ആണ്. Theta of omega എന്ന് പറയുന്നത് h of e raised to j omega യുടെ എന്താണ് phase response ആണ്. So h of e raised to j omega is equal to plus or minus modulus of h of e raised to j omega e raised to j theta of omega. ഇതിൽ modulus of h of e raised to j omega എന്ന് പറയുന്നത് magnitude response, theta of omega എന്ന് പറയുന്നത് എന്താണ് phase response. So ഇത് രണ്ടും കൂടി ഈ രണ്ട് ഇക്വേഷൻസും കൂടി നമുക്ക് ഇക്വേറ്റ് ചെയ്ത് എഴുതാം. അതായത് plus or minus h of modulus of h of e raised to j omega e raised to j theta of omega is equal to എന്ത് എഴുതാം sigma n is equal to 0 to n minus 1 h of n e raised to j omega n എന്ന് എഴുതാം. Next, phase delay and group delay of a filter. Phase delay Tp is given by Tp is equal to minus theta of omega divided by omega. Here theta of omega is a phase of the filter, and group delay is given by Tg is equal to minus d by d omega of theta of omega. ഇനി FIR ഫിൽറ്ററിൽ നിന്ന് നമുക്ക് ലീനിയർ ഫേസ് റെസ്പോൺസ് FIR ഫിൽറ്റർ കിട്ടണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് either theta of omega is equal to minus alpha omega അല്ലെങ്കിൽ theta of omega is equal to beta minus alpha omega. ഇവിടെ ആൽഫ ഒമേഗയും കോൺസ്റ്റന്റ്സ് ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ലീനിയർ ഫേസ് FIR ഫിൽറ്ററിന് കിട്ടും. So linear phase FIR filters and symmetric FIR filters ഉണ്ട്, anti-symmetric FIR filters ഉണ്ട്. Symmetric FIR filter ആണെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും theta of omega is equal to alpha omega എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫിൽറ്ററിന് ഗ്രൂപ്പ് ഡിലേയും ഫേസ് ഡിലേയും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൂടാണ്ട് സിമെട്രിക് FIR ഫിൽറ്റേഴ്സിന്റെ ഇമ്പൾസ് റെസ്പോൺസ് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം h of n is equal to h of n minus 1 minus n എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ആൻഡ് ആൽഫ is equal to n minus 1 by 2. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 0 to 6 വരെ, അതായത് n ന്റെ വാല്യൂ 7 സാമ്പിൾസ് ഉണ്ട്, n ന്റെ വാല്യൂ ഓഡ് ആണ്. Alpha is equal to 7 minus 1 by 2, 6 by 2, 3. അപ്പം ആൽഫയുടെ വാല്യൂ 3. സെൻട്രോ സിമെട്രി എന്ന് പറയുന്നത് 3 ആണ്. അതിനപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ h of 2 is equal to h of 4, വാല്യൂ ഈക്വൽ ആണ്. h of 1 is equal to h of 5, വാല്യൂസ് ഈക്വൽ ആണ്. h of 0 is equal to h of 6. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലും n ന്റെ വാല്യൂ 0 ആകുമ്പോൾ h of 0 is equal to h of 7 minus 1 minus 0. 7 minus 1, 6. h of 6. അപ്പോൾ h of 0 is equal to h of 6. ഇനി n ന്റെ വാല്യൂ 1 വരുമ്പോൾ h of 1 is equal to h of n minus 7 minus 1 minus 1. 7 minus 1 minus 1, 7 minus 2, h of 5. അപ്പോൾ h of 1 is equal to h of 5 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇത് n ന്റെ വാല്യൂ എന്തായിരുന്നപ്പോൾ ഓഡ് ആയിരുന്നപ്പോൾ. ഇനി അടുത്ത നെക്സ്റ്റ് n ന്റെ വാല്യൂ ഇവിടെ ഈവൻ ആണ്. 0 to 5 എന്ന് പറയുമ്പോൾ മൊത്തം 6 സാമ്പിൾസ്. അപ്പോൾ 6 minus 1 by 2, 5 by 2, 2.5. 2.5 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് സെൻട്രോ സിമെട്രി എന്ന് പറയുന്നത്. ഇവിടെ h of 2 h of 3 ഈക്വൽ, h of 1 h of 4 ഈക്വൽ, h of 0 h of 5 ഈക്വൽ. സോ ഇങ്ങനെയുള്ള ലീനിയർ ഫേസ് FIR ഫിൽറ്റേഴ്സിനെ നമ്മൾ എന്തെന്ന് പറയും സിമെട്രിക് FIR ഫിൽറ്റേഴ്സ് എന്ന് പറയും. സിമെട്രിക് FIR ഫിൽറ്ററിന്റെ കണ്ടീഷൻ എന്താണ് h of n is equal to h of n minus 1 minus n. ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സാമ്പിൾസ് ഇൻ ദ ഇമ്പൾസ് റെസ്പോൺസിലുള്ള നമ്പർ ഓഫ് സാമ്പിൾസ് ആണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ n എന്ന് പറയുന്നത്. Next, anti-symmetric FIR filter. Anti-symmetric FIR filter and condition theta of omega phase is equal to beta minus alpha omega. Beta alpha constants ആണ്,
theta of omega is equal to beta minus alpha omega. ഇവിടുത്തെ കേസിൽ ഗ്രൂപ്പ് ഡിലേ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഫേസ് ഡിലേ കോൺസ്റ്റന്റ് അല്ല. നേരത്തെ സിമെട്രിക് FIR ഫിൽറ്ററിന്റെ കേസിൽ തീറ്റ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ഒമേഗ ആയിരുന്നു. അവിടെ പക്ഷേ ഗ്രൂപ്പ് ഡിലേ ഫേസ് ഡിലേ എന്തായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആന്റി സിമെട്രിക് FIR ഫിൽറ്ററിന്റെ കേസിൽ ഇമ്പൾസ് റെസ്പോൺസ് h of n ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു? h of n is equal to minus h of n minus 1 minus n. Here also alpha is equal to n minus 1 by 2. ഇവിടെ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ n is equal to 7 ആണ് ആദ്യത്തെ എക്സാമ്പിൾ, ഓഡിന്റെ കേസ് 0 to 6 വരെ. അപ്പൊ 3 ആണ് ഇവിടെ സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഇവിടെ 3 നോക്കുകയാണെങ്കിൽ ഇവിടെ h of 2 h of 4 രണ്ടിന്റെ വാല്യൂസ് നോക്കുകയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ സൈൻ ഡിഫറെന്റ് ആണ്. അതുപോലെ h of 2 is equal to minus h of 4 ആണ്. അതുപോലെ തന്നെ എന്താണ്? h of 1 is equal to minus h of 5 ആണ്. ഇത് രണ്ടും എന്താണ്? രണ്ടിന്റെ h of 1 ഉം h of 5 ഉം മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, സൈൻ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ h of 0 ഉം h of 6 ഉം മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷെ സൈൻ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെയാണ് ഈ കേസ് എന്ന് പറയുന്നത് n is equal to even 0 to 5 ആകുമ്പോൾ n is equal to 6. ഇവിടെ 2.5 ആണ് എന്തെന്ന് പറയുന്നത്? സെന്റർ ഓഫ് സിമെട്രി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഫോർ ആന്റി സിമെട്രിക് FIR ഫിൽറ്റേഴ്സ് h of n is equal to minus h of n minus 1 minus n. സോ സിമെട്രിക് ആണെങ്കിലും ആന്റി സിമെട്രിക് ആണെങ്കിലും രണ്ടും എന്ത് തന്നെയാണ്? ലീനിയർ ഫേസ് FIR ഫിൽറ്റേഴ്സ് തന്നെയാണ്. സോ KTU ചോദിച്ചിട്ടുണ്ട് ലീനിയർ ഫേസ് FIR ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ. സോ ലീനിയർ ഫേസ് FIR ഫിൽറ്റർ ആകുമ്പോഴത്തേക്ക് ലീനിയർ ഫേസ് ഫിൽറ്റർ എന്ത് ചെയ്യില്ല? നമ്മൾ കൊടുക്കുന്ന ഒറിജിനൽ സിഗ്നലിന്റെ ഷേപ്പിൽ ഒരു ചേഞ്ചും വരത്തില്ല. ഫേസ് റെസ്പോൺസ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിപ്പോയാണെങ്കിൽ, ലീനിയർ അല്ല, ഫേസ് റെസ്പോൺസ് നോൺ ലീനിയർ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നൽ എന്താവാൻ ചാൻസ് കൂടുതലാണ്? ഡിസ്റ്റോർട്ടഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഇനി ലീനിയർ ഫേസ് FIR ഫിൽറ്റർ ആവണമെങ്കിൽ, FIR ഫിൽറ്റർ ഒരു ലീനിയർ ഫേസ് റെസ്പോൺസ് തരണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? h of n is equal to plus or minus h of n minus 1 minus n. ഇമ്പൾസ് റെസ്പോൺസ് h of n ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? h of n is equal to plus or minus h of n minus 1 minus n സാറ്റിസ്ഫൈ ആണെങ്കിൽ FIR ഫിൽറ്റർ എന്തായിരിക്കും? ലീനിയർ ഫേസ് FIR ഫിൽറ്റർ ആയിരിക്കും. പ്ലസ് h of n minus 1 minus ആണെങ്കിൽ സിമെട്രിക് FIR ഫിൽറ്റേഴ്സ്, മൈനസ് h of n minus 1 minus n ആണെങ്കിൽ ആന്റി സിമെട്രിക് FIR ഫിൽറ്റേഴ്സ്. രണ്ടാണെങ്കിലും എന്ത് തന്നെയാണ്? ലീനിയർ ഫേസ് FIR ഫിൽറ്റർ തന്നെയാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് h of n 53235. ഇത് എന്താണെന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിക്കുന്നത്. ലീനിയർ ഫേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് വെറുതെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. 1 2 3 4 5 മൊത്തം 5 സാമ്പിൾസ് ആണുള്ളത്. അപ്പൊ 5 minus 1 by 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 by 2, അതായത് 2. സെന്റർ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് 2 ആണ് സെന്റർ ഓഫ് സിമെട്രി. അപ്പൊ 0 1 2 ഇതാണ് സെന്റർ ഓഫ് സിമെട്രി. സോ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വാല്യൂസ് 3 3 സെയിം ആണ്, 5 5 സെയിം ആണ്. സോ നോക്കിയാൽ തന്നെ അറിയാം എന്താണത്? ഒരു ലീനിയർ ഫേസ് FIR ഫിൽറ്റർ ആണ്. Here n is equal to 5, h of n is equal to എന്താണ്? h of n minus 1 minus n. h of 0 എന്ന് പറയുന്നത് എന്താണ്? h of 0 is equal to h of 5 minus 1 minus 0. എന്ത് കിട്ടി? h of 4. ഇവിടെ h of 0 ഉം h of 4 ഉം സെയിം ആണ്. അതുപോലെ തന്നെ h of 1 ഉം h of 3 ഉം സെയിം ആണ്. h of 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? h of 2 is equal to h of 2. എന്താണ്? 2 തന്നെയാണ്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലീനിയർ ഫേസ് സിമെട്രിക് FIR ഫിൽറ്റർ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. h of n is equal to minus 3 2 1 minus 2 3. ലീനിയർ ഫേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 0 1 2 3 4. സോ h of 0 ഉം h of 4 ഉം വാല്യൂസ് നോക്കിയാൽ എന്താണ്? ഒരെണ്ണം -3 ഒരെണ്ണം +3. സോ h of 0 is equal to minus h of 4. അടുത്ത h of 1 ഉം h of 3 ഉം നോക്കിയാൽ h of 1 2 ആണ്, അടുത്തത് എന്താണ്? -2 ആണ്. സോ h of 1 is equal to minus h of 3 എന്ന് എഴുതാം. അപ്പൊ എന്ത് പറയാം? ഹിയർ h of n is equal to minus h of n minus 1 minus n. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു? ആന്റി സിമെട്രിക് FIR ഫിൽറ്റർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. സിമെട്രിക് ആണെങ്കിലും ആന്റി സിമെട്രിക് ആണെങ്കിലും എന്ത് തന്നെയാണ്? ലീനിയർ ഫേസ് ഫിൽറ്റർ ആണ്. സോ ഇതൊരു ലീനിയർ ഫേസ് ആന്റി സിമെട്രിക് FIR ഫിൽറ്റർ ആണ്. ഇനി KTU ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റെസ്പോൺസ് ഓഫ് ദി സിഗ്നൽ x of n is equal to 2 cos pi by 2 n when applied to an FIR filter with impulse response h of n is equal to 131. ശരിക്കും പാർട്ട് ബിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇൻപുട്ട് സിഗ്നലും തന്നിട്ടുണ്ട്, ഇമ്പൾസ് റെസ്പോൺസും തന്നിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫിൽറ്റർ ആണെങ്കിലും ഏത് സിസ്റ്റം ആണെങ്കിലും അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻപുട്ട് സിഗ്നലും ഇമ്പൾസ് റെസ്പോൺസും കൂടി ലീനിയർ കൺവല്യൂഷൻ ചെയ്താൽ മതി.
So ഇവിടെ input signal എങ്ങനെയാ തന്നിരിക്കുന്നത്? x of n 2 cos pi by 2 n എന്ന് പറഞ്ഞാ തന്നിരിക്കുന്നത്. Impulse response h of n എന്ന് പറയുന്നത് 131. 3 samples ആണുള്ളത്. n ന്റെ എത്ര values എടുക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. So നമുക്ക് എന്തായിട്ട് തന്നെ എടുക്കാം. n ന്റെ 3 samples തന്നെ x of n ഉം എടുക്കാം. h of n ഉം 3 samples ആയതുകൊണ്ട് തൽക്കാലം എന്തെടുക്കാം? x of n ഉം 3 samples എടുക്കാം. അപ്പൊ n ന്റെ value ഏതൊക്കെ substitute ചെയ്യാം? 0 substitute ചെയ്യാം. 1 substitute ചെയ്യാം, 2 substitute ചെയ്യാം. അങ്ങനെ 3 values എടുക്കാം. അപ്പൊ n ന്റെ value 0 വരുമ്പോൾ എന്ത് കിട്ടും? 2 cos 0 എന്ന് പറഞ്ഞു വരും. cos 0 എന്താണ്? 1 ആണ്. 2 into cos 0 2. അപ്പൊ ആ ഫസ്റ്റ് വാല്യൂ 2. അടുത്ത n ന്റെ വാല്യൂ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 cos pi by 2 എന്ന് പറഞ്ഞിട്ടും cos pi by 2 0 ആണ്. അപ്പൊ ആ വാല്യൂ 0 ആയി. അടുത്ത n ന്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 2 ക്യാൻസൽ ആയിട്ട് cos pi 2 cos pi എന്ന് കിട്ടും. cos pi -1 ആണ്. -1 into 2 എന്താണ്? -2. So x of n എന്ത് കിട്ടി? 2 0 -2. തൽക്കാലം അത് എത്ര വാല്യൂസ് എടുത്തുള്ളൂ? 3 സാമ്പിൾസ് എടുത്തുള്ളൂ. h of n എന്താണ്? 131 ആണ്. അപ്പൊ ഒരു ഫിൽട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന്റെ ഇൻപുട്ട് സിഗ്നലും ഉണ്ട്, h of n ഇമ്പൾസ് റെസ്പോൺസും ഉണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x of n ലീനിയർ കൺവല്യൂഷൻ h of n. സോ ഇത് രണ്ടും ലീനിയർ കൺവല്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 260 -6 -2 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. സോ ഇത് കേറ്റുവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Determine the frequency response of FER filter defined by y of n is equal to 0.25 x of n plus x of n minus 1 plus 0.25 x of n minus 2. Calculate the phase delay and group delay. So frequency response h of e raised to j omega കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് y of n തന്നിട്ടുണ്ട്, അതിന്റെ Fourier transform എടുക്കുക. Fourier transform എടുക്കുമ്പോൾ y of n ന്റെ y of e raised to j omega 0.25, x of n ന്റെ x of e raised to j omega plus x of n minus 1 into e raised to minus j omega x of e raised to j omega plus 0.25 x of n minus 2 into e raised to minus 2 j omega x of e raised to j omega. So frequency response h of e raised to j omega is equal to output by input y of e raised to j omega by x of e raised to j omega. അപ്പോൾ എന്ത് കിട്ടും? 0.25 plus e raised to minus j omega plus 0.25 e raised to minus 2 j omega എന്ന് കിട്ടും. ഇതിൽ e raised to minus j omega കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. 0.25 ഇതിന് e raised to minus j omega പുറത്തെടുത്തുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ e raised to plus j omega പ്ലസ് ഇത് പോയി 1 plus 0.25 e raised to minus j omega. ഇതിൽ e raised to minus j omega into 1 plus ഈ രണ്ട് ടേം ഇതിന് രണ്ട് കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? 0.25 എടുക്കാം. പിന്നെ അകത്ത് ആരൊക്കെ ഉണ്ട്? e raised to j omega plus e raised to minus j omega. e raised to j theta plus e raised to minus j theta എന്താണ്? 2 cos theta. അപ്പോൾ e raised to j omega plus e raised to minus j omega എന്താണ്? 2 cos omega. 2 into 0.25 എന്തൊരു? 0.5 cos omega. So h of e raised to j omega is equal to plus or minus modulus of h of e raised to j omega e raised to j theta of omega. ഇതെന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ്, theta of omega എന്ന് പറയുന്ന ഫേസ്. ഇത് രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised modulus of h of e raised to j omega എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്താണ്? 1 plus 0.5 cos omega. e raised to minus j omega e raised to j theta of omega കമ്പയർ ചെയ്യുമ്പോൾ j കഴിഞ്ഞുള്ളത് minus omega. That means theta of omega phase is equal to theta of omega is equal to minus omega. Phase delay equation എന്താണ്? minus theta of omega by omega. That is minus omega substitute ചെയ്യുമ്പോൾ omega by omega is equal to 1. Group delay എന്ന് പറയുന്നത് minus d by d omega of theta of omega. So minus d by d omega of minus omega. Minus minus plus. അപ്പോൾ എന്ത് കിട്ടും? d by d omega of omega is equal to എന്ത് കിട്ടും? 1 കിട്ടും. Next, location of zeros of a linear phase FER filter. So ഇത് KTU ചോദിച്ചിട്ടുണ്ട്. Prove that if Z1 is a zero of a linear phase FER filter, then 1 by Z1 is also a zero. Z1 ഒരു 0 ആണെങ്കിൽ 1 by Z1 ഉം 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിച്ചത് zeros of the FER filter exist as reciprocals. So ഇത് രണ്ട് KTU ചോദിച്ചിട്ടുണ്ട്. നോക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ ലീനിയർ ഫേസ് FER filter is given by h of z is equal to sigma n is equal to 0 to n minus 1 h of n z raised to minus n. So transfer function h of z ന്റെ expression എഴുതി. Causal signal ആണ് n is equal to 0 to n minus 1. If z0 is a finite zero of h of z. h of z ന്റെ ഒരു 0 z0 എന്ന് പറയുന്നത് h of z ന്റെ ഒരു 0 ആയിട്ട് എടുത്തു. എങ്കിൽ h of z at z is equal to z0. z ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? z0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. h of z0 is equal to sigma n is equal to 0 to n minus 1 h of n z ന് പകരം z0 z raised to minus n is equal to 0. z0 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം.
expand ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് n is equal to 0 substitute ചെയ്യുമ്പോൾ h of 0 plus 1 substitute ചെയ്യുമ്പോൾ h of 1 is at 0 raised to minus 1 plus etc. up to n minus 1. h of n minus 1 is at 0 raised to minus of n minus 1 equal to 0. For a linear phase filter, നമുക്കറിയാം എന്താണ് h of n is equal to h of n minus 1 minus n. അതായത് h of 0 is equal to എന്താണ് h of n minus 1 minus 0. അല്ലെങ്കിൽ h of n is equal to h of n minus 1. h of 0 is equal to h of n minus 1. h of 1 is equal to small n ന്റെ വാല്യൂ 1. അപ്പോൾ എന്ത് വരും h of n minus 1 minus 1 അല്ലെങ്കിൽ h of n minus 2. അപ്പോൾ h of 1 is equal to h of n minus 2. h of 2 is equal to h of n minus 3. h of 3 is equal to h of n minus 4. ഇവിടുത്തെ h of 0ക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും h of n minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h of 1ന് വരെ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം h of n minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. h of 0ക്ക് വരെ h of n minus 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് h of 1ന് വരെ h of n minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ എക്സെട്ര അപ് ടു ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി ഈ ഇക്വേഷൻ h of 0 is equal to z0 raised to n minus 1 is equal to 0 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇതിന്ന് z0 raised to minus of n minus 1 കോമൺ ആയിട്ട് z0 raised to minus of n minus 1 കോമൺ ആയിട്ട് പുറത്തെടുത്തപ്പോൾ ഈ ടേമിൽ z0 raised to minus of n minus 1 പുറത്തെടുക്കണമെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് വരും z0 raised to plus n minus 1 വരും plus h of n minus 2. ഇവിടെയും ഇത് പുറത്തെടുത്തുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് വരും z0 raised to n minus 2 വരും plus etc. up to last h of 0 ഇതിന്ന് z0 raised to minus n minus 1 പുറത്തു പോയി is equal to 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം z0 raised to minus of n minus 1 ഇതിന് സിഗ്മ n is equal to 0 to n minus 1 h of n z0 raised to n എന്ന് എഴുതി. കറക്റ്റ് ആണല്ലോ, നോക്കി അറിയാൻ പറ്റും. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത h of 0 ഇവിടെ ഉണ്ട് h of 0 z0 raised to 0 1. so h of 0 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h of 1 z0 raised to 1. 2 last etc. up to n minus 1 substitute ചെയ്യുമ്പോൾ h of n minus 1 z0 raised to n minus 1 is equal to 0. ഇനി ഇതിൽ h of z0 is equal to z0 raised to minus of n minus 1 sigma n is equal to 0 to n minus 1 h of n z0 raised to n നെ എങ്ങനെ എഴുതി z0 raised to minus 1 the whole raised to minus n എന്ന് പറഞ്ഞ് എഴുതി. ഇത് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് മൈനസ് പ്ലസ് ആയി z0 raised to n എന്ന് തന്നെ വരും. സോ z0 raised to n നെ എങ്ങനെ എഴുതി z0 raised to minus 1 the whole raised to minus n എന്ന് എഴുതി. സോ h of n z raised to minus n ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതിയാണ് h of z എന്ന് എഴുതിയാണ്. ഇവിടെ h of n z raised to minus n ന് വരെ എന്താണ് z0 raised to minus 1. അപ്പം h of z ന് വരെ എന്ത് എഴുതണം h of z0 raised to minus 1. എന്ത് കിട്ടി h of n z raised to minus n ആകുമ്പോൾ h of z. ഇവിടെ z ന് വരെ എന്താണ് z0 raised to minus 1 ആണ്. അപ്പൊ h of z ന് വരെ എന്ത് വരും h of z0 raised to minus 1 is equal to 0. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം അപ്പം h of z0 is equal to z0 raised to minus 1 z0 raised to n minus 1 into h of z0 raised to minus 1 equal to 0. അതായത് h of z0 equal to 0 എന്തും പറയാം h of z0 raised to minus 1 equal to 0. h of z0 equal to h of z0 raised to minus 1 equal to 0. ഇതിന്റെ മീനിങ് എന്താണ് z0യും ഒരു 0 ആണ് z0 raised to minus 1 ഒരു 0 ആണ്. that means z0യും 1 by z0യും എന്താണ് zeros ആണ്. So if z0 is a 0 of h of z, then 1 by z0 അല്ലെങ്കിൽ z0 raised to minus 1 is also a 0. Different conditions നോക്കാം. ഇപ്പൊ ഫസ്റ്റ് if z1 is equal to minus 1, z1 ഒരു 0 ആണ്, അതിന്റെ വാല്യൂ എന്താണ് minus 1. അതുകൊണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെ ഏതാണ് യൂണിറ്റ് സർക്കിളിലാണ്. സോ ഈ സൈഡിലായിട്ട് എന്താണ് -1. z1 is equal to -1. z1 ഒരു 0 ആണെങ്കിൽ 1 by z1 എന്തായിരിക്കും 0 ആയിരിക്കും. 1 by z1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും 1 by -1 എന്ന് പറയുമ്പോൾ -1 വാല്യൂ എന്ത് തന്നെയാണ് -1 തന്നെ കിട്ടുന്നത്. അപ്പൊ ഇവിടെ z1 ന്റെ വാല്യൂ 1 by z1 ന്റെ വാല്യൂ സെയിം തന്നെയാണ്, എന്ത് തന്നെയാണ് -1 തന്നെയാണ്. സോ ഇതിന് എന്ത് മാത്രമേ ഉള്ളൂ, ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി
1 0 on the unit circle. Z1 എന്ന് പറയുന്നത് -1 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 1/Z1 ഉം സെയിം വാല്യൂ തന്നെ ആയിരിക്കും. സോ അതിന് എന്ത് മാത്രമേ ഉള്ളൂ, ഒരു 0 മാത്രമേ ഉള്ളൂ. ഇനി if Z2 is a real 0, Z2 ഇനി അടുത്തൊരു 0 എടുക്കുകയാണ്. Z2 എന്താണ്, റിയൽ 0 ആണ്. അതുകൊണ്ട് ഈ ആക്സിസിൽ മാത്രമേ ഉള്ളൂ. സോ ഇതിന് ഇമാജിനറി പാർട്ട് ഇല്ല, റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. Z2 എന്ന് പറയുന്ന ഒരു റിയൽ 0 ആണ്. with modulus of Z2 less than 1, അതായത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ലെസ് ദാൻ 1 ആണ്, യൂണിറ്റ് സർക്കിളിനകത്താണ്. then Z2 raised to -1, അതായത് 1/Z2 എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും, ഒരു റിയൽ 0 തന്നെ ആയിരിക്കും. Z2 ഒരു 0 ആണെങ്കിൽ 1/Z2 എന്ന് പറയുന്നത് 1/Z2 Z2 യൂണിറ്റ് സർക്കിളിനകത്താണ്, അതായത് ലെസ് ദാൻ 1 ആണ് എങ്കിൽ 1/Z2 എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുകൊണ്ടാണ് അത് പുറത്തെടുക്കുന്നത്. സോ Z2 1/Z2 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, റിയൽ സീറോസ് ആണ്. അങ്ങനെ രണ്ട് സീറോസ് ആണ്. Z2 ഒരു റിയൽ 0 ആണ്, ലെസ് ദാൻ 1 ആണ് മാഗ്നിറ്റ്യൂഡ് എങ്കിൽ 1/Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും, അതും ഒരു റിയൽ 0 ആയിരിക്കും. അങ്ങനെ രണ്ട് സീറോസ് കാണും. ഇനി അടുത്ത നെക്സ്റ്റ് Z3 ആണ്. Z3 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് 0 ആണ്. ഇവിടെ നോക്കിയാൽ കാണാം Z3 ഒരു കോംപ്ലക്സ് 0 ആണ്. ഇതിന് എന്തുണ്ടാവും, ഇതിന് റിയൽ പാർട്ടും ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. സോ ഇറ്റ് ഇസ് എ കോംപ്ലക്സ് 0 വിത്ത് മോഡുലസ് ഓഫ് Z3 is equal to 1. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 1 ആണ്. കാര്യം അത് യൂണിറ്റ് സർക്കിളിലുള്ള പോയിന്റ് ആണ്. സോ Z3 is equal to 1 എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ, അതായത് 1/Z3 എന്ന് പറയുന്നത് 0 ആയിരിക്കും. Z3 0 ആണെങ്കിൽ 1/Z3 0 ആയിരിക്കും. പക്ഷെ 1/Z3യുടെ വാല്യൂ എന്തായിരിക്കും, Z3 കോൺജുഗേറ്റ് ആയിരിക്കും. Z3യുടെ വാല്യൂ എന്തായിരിക്കും, 1/Z3യുടെ വാല്യൂ Z3 കോൺജുഗേറ്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് സീറോസ്. അപ്പൊ Z3 എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് 0 ആണ്, അതുകൂടാണ്ട് യൂണിറ്റ് സർക്കിളിൽ വരുന്ന ഒരു 0 ആണ് എങ്കിൽ 1/Z3 എന്ന് പറയുന്നതും 0 ആയിരിക്കും. ആ 1/Z3യുടെ വാല്യൂ എന്തായിരിക്കും, Z3 കോൺജുഗേറ്റ് ആയിരിക്കും. അങ്ങനെ രണ്ട് സീറോസ് കാണും. ഇനി അടുത്ത നെക്സ്റ്റ് Z4. Z4 എന്ന് പറയുന്നത് എന്താണ്, ഒരു കോംപ്ലക്സ് 0 ആണ്. അതിന്റെ കൂട്ടത്തിൽ എന്തും പറഞ്ഞിട്ടുണ്ട്, Z4ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്, അതായത് യൂണിറ്റ് സർക്കിളിനകത്തുള്ള പോയിന്റ് ലെസ് ദാൻ 1 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം 4 സീറോസ് കാണും. ഏതൊക്കെയാണ്, Z4ന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 1/Z4. Z4 അകത്തായതുകൊണ്ട് 1/Z4 എവിടെ ആയിരിക്കും, പുറത്തായിരിക്കും. സോ 1/Z4 കാണും. ആ 1/Z4 വാല്യൂ ഉണ്ട്. അത് കൂടാണ്ട് ബാക്കി രണ്ട് സീറോസും കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണ്, Z4 കോൺജുഗേറ്റും 1/Z4 കോൺജുഗേറ്റും. അങ്ങനെ മൊത്തം 4 സീറോസ് കാണും. അപ്പൊ ഒരു Z4 എന്ന് പറയുന്നത് കോംപ്ലക്സ് 0 ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണെങ്കിൽ മൊത്തം 4 സീറോസ് കാണും. ഏതൊക്കെയാണ്, Z4 കാണും, അതുപോലെ 1/Z4 കാണും, Z4 കോൺജുഗേറ്റ് കാണും, 1/Z4 കോൺജുഗേറ്റ് കാണും. കേറ്റുവിന് ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഫേസ് FAR ഫിൽറ്റർ ഹാസ് 0 at Z is equal to 1/2. Obtain the magnitude and phase response of the filter. നമുക്കറിയാം ലീനിയർ ഫേസ് FAR ഫിൽറ്ററിന്റെ കേസിൽ സീറോസ് occur in reciprocal pairs. അപ്പൊ Z is equal to 1/2 ഒരു 0 ആണെങ്കിൽ, if Z1 is equal to 1/2 is a 0, then 1/Z1 is also a 0. Z1 ഒരു 0 ആണെങ്കിൽ 1/Z1 ഉം എന്തായിരിക്കും, ഒരു 0 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ Z1 എന്താണ്, 1/2 ആണ്. അപ്പൊ 1/Z1 എന്ന് പറയുമ്പോൾ 1/1/2. അപ്പൊ എന്ത് കിട്ടും, 2 എന്ന് പറഞ്ഞു കിട്ടും. സോ 2 is also 0. അപ്പൊ 1/2 ഒരു 0 ആണ്, അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള 2 ഒരു 0 ആണ്. ഇനി ഇതിൽ കൂടുതൽ സീറോസ് ഉണ്ടാവൂ, ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ഓർഡർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ എത്ര എണ്ണേ കാണുള്ളൂ, 2 സീറോസേ കാണത്തുള്ളൂ. അപ്പൊ നമുക്ക് H of Z എങ്ങനെ എഴുതാം, H of Z is equal to Z മൈനസ് ഒരു 0 ഏതാണ്, 1/2 ആണ്, ഇൻറ്റു Z മൈനസ് അടുത്ത 0 ഏതാണ്, ഇതിന്റെ റെസിപ്രോക്കൽ 1/2ന്റെ റെസിപ്രോക്കൽ ഏതാണ്, 2. അപ്പൊ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ Z മൈനസ് 1/2 ഇൻറ്റു Z മൈനസ് 2. സോ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Z സ്ക്വയർ മൈനസ് 5/2 Z പ്ലസ് 1. ഇനി ഇതിന്റെ എന്തെടുക്കാനാ പറഞ്ഞിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് റെസ്പോൺസ്. അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കണം. H of e raised to j omega is equal to Z ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, e raised to j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. തൽക്കാലം r ന്റെ വാല്യൂ 1 എടുത്തിട്ട്, സോ Z ന് പകരം e raised to j omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ Z സ്ക്വയർ ആണ്. അപ്പൊ e raised to 2j omega മൈനസ് 5/2 Z ന് പകരം e raised to j omega പ്ലസ് 1. ഇവിടെ e raised to j omega കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ എന്ത് കിട്ടി, e raised to j omega മൈനസ് 5/2 പ്ലസ് e raised to j omega 1 പുറത്തെടുത്തുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ e raised to മൈനസ് j omega is equal to e raised to j omega മൈനസ് 5/2. അതുപോലെ
e raised to j omega plus e raised to minus j omega എന്ത് കിട്ടും 2 cos omega is equal to ഇനി ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്? മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് is equal to minus 5/2 plus 2 cos omega e raised to j theta of omega. E raised to j theta of omega phase response. So theta of omega is equal to നമുക്ക് എന്ത് കിട്ടി? omega എന്ന് പറഞ്ഞ് കിട്ടി. So ഇത് magnitude response, ഇതെന്താണ്? phase response. ഇതെന്ന് പറയുന്നത് ഇതിന്റെ magnitude. phase എന്ന് പറയുന്നത് e raised to j theta ആണ്. തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? omega ആണ്. So theta of omega is equal to omega. So എപ്പോഴും എന്ത് ഓർത്ത് വെക്കണം? ലീനിയർ ഫേസ് FAR ഫിൽറ്ററിന്റെ കേസിൽ സീറോസ് എങ്ങനെയാണ് വരിക? റെസിപ്രോക്കൽ പെയർസ് ആയിട്ടാണ് വരുന്നത്. Z1 ഒരു സീറോ ആണെങ്കിൽ 1/Z1 എന്ത് തന്നെ ആയിരിക്കും? 0 ആയിരിക്കും.